ലോക മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ ആക്രമണങ്ങളാണ് ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ഈ മുഅല്ലിം പ്രസ്ഥാനം ആവശ്യപ്പെടുന്നതും ഈ സമ്മേളനത്തിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ റാലിക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന ഈ സന്ദേശ പ്രഭാഷണത്തിലും ഞങ്ങൾക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്, ജാതിയും മതവും നോക്കാതെ, കക്ഷി രാഷ്ട്രീയം നോക്കാതെ, മനുഷ്യന് വില കൽപ്പിക്കാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത തമ്മാടി രാഷ്ട്രത്തിന്റെ ആ കിരാതമായ ആക്രമണങ്ങൾക്കെതിരെ ഒരേ മനസ്സോടുകൂടെ ലോകത്തെ മുഴുവൻ മനുഷ്യരും പ്രതിഷേധിക്കുകയും ഒന്നിച്ചു നിൽക്കുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1967 ഇസ്രായേൽ പിടിച്ചെടുത്ത ഭൂമി, ആ യുദ്ധത്തിലൂടെ പിടിച്ചെടുത്ത ഭൂമി നിരുപാധികം ഫലസ്തീനികൾക്ക് വിട്ടുകൊടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായ നമ്മുടെ രാജ്യം, ആ രാജ്യം മുന്നോട്ട് വെച്ച നിലപാട് ഇന്ത്യയുടെ പാരമ്പര്യ നിലപാടായിരുന്നു. 142 രാജ്യങ്ങൾ ആ പ്രമേയത്തെ പിന്തുണച്ച് രംഗത്ത് വന്നപ്പോൾ അതിൽ ഞാനും നിങ്ങളും നിലകൊള്ളുന്ന നമ്മുടെ ഭാരതാംബയുണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്. യാസർ അറഫാത്തും നമ്മുടെ ഇന്ത്യയുടെ ഭരണാധികാരികളും കാത്തു സൂക്ഷിച്ച പാരമ്പര്യം അതാണ്. അവർ കാത്തു സൂക്ഷിച്ച ആത്മബന്ധം അതായിരുന്നു. പക്ഷേ വളരെ വേദനാജനകമായ ചില വാർത്തകളിലൂടെയും ഇന്ത്യ ഇന്നലകളിൽ കടന്നുപോയിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ആദ്യമായി ഇസ്രായേൽ സന്ദർശിക്കുന്നുവെങ്കിൽ അത് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയായിരുന്നു ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതും മാത്രമല്ല, ആ സന്ദർശനത്തെ തുടർന്നുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് നെതന്യാഹു അതിന് ശേഷം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ സ്വർഗത്തിൽ സ്ഥാപിച്ച ബന്ധം ഇതാണ്, സ്വർഗത്തിൽ സ്ഥാപിച്ച ബന്ധമാണിത്, ഇത് അറുത്തുമാറ്റാൻ ഒരാൾക്കും കഴിയുകയില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞത്. എന്തിനേറെ പറയണം, വ്യക്തമായ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഫലസ്തീനെ പിന്തുണക്കാറുള്ളത്, ഇന്ത്യ ഫലസ്തീനൊപ്പം നിന്നിട്ടുള്ളത്. ഇസ്രായേലിന്റെ തമ്മാടിത്തത്തെ ഇന്ത്യ അംഗീകരിക്കാത്തതും വ്യക്തമായ നയനിലപാടുകളുടെ പേരിലാണ്. അതേസമയം നമ്മൾ ആലോചിക്കണം, ഇസ്രായേലിന്റെ ധനമന്ത്രിയായിട്ടുള്ള തീവ്ര വലതുപക്ഷ നേതാവായിട്ടുള്ള സ്മോട്രിച്ച് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വന്നു, ഡൽഹിയിൽ വന്നു, 3 ദിവസം ഇന്ത്യ സന്ദർശിച്ചു. ആ സ്മോട്രിച്ചുമായിട്ട് വളരെയധികം അഭേദ്യമായ ബന്ധമാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണാധികാരികൾ കാത്തു സൂക്ഷിച്ചത്. ഇത്തരം വേദനാജനകമായ ചില വാർത്തകൾ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും വേദനിപ്പിച്ച വാർത്തകളാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നമുക്ക് കഴിയണം. മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന്റെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച നയം മനുഷ്യത്വത്തിന്റെ നയമാണ്, മാനവികതയുടെ നയമാണ്.